ബാറക്മോർ ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനിച്ച നാൾ മുതൽ ലോകം കണ്ടിട്ടില്ലാത്തവൻ, സൂര്യപ്രകാശം അറിഞ്ഞിട്ടില്ലാത്തവൻ, തന്നെ സ്നേഹിച്ച പ്രിയപ്പെട്ടവരുടെ മുഖം ഒരിക്കൽ പോലും കാണാൻ കഴിയാതെ പോയ ഒരു മനുഷ്യൻ. ഇങ്ങനെയുള്ള അന്ധനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇന്ന് യേശു ക്രിസ്തു കടന്നു വരികയും അദ്ദേഹത്തിന്റെ നയനങ്ങൾക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്യുന്ന സംഭവമാണ് വലിയ നോമ്പിലെ 6ാമത്തെ ഞായറാഴ്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9ാം അധ്യായത്തിൽ നാം വായിച്ച് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിൽ കാഴ്ച പ്രാപിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നും. എന്നാൽ സംഭവം ഇവിടെ അവസാനിക്കുന്നില്ല. അവന്റെ ജീവിതത്തിൽ അവൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവൻ കാഴ്ച പ്രാപിച്ചതിന് ശേഷമായിരുന്നു. യേശു ക്രിസ്തുവിനെ അറിയാത്ത തന്റെ അയൽക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, കർത്താവിനെ നിന്ദിക്കുന്ന പരീശന്മാരായ മത അധ്യാപകരുടെ ഭീഷണിപ്പെടുത്തലുകൾക്ക് മുമ്പിൽ പതറിപ്പോകാതെ തനിക്കുണ്ടായ ദൈവാനുഭവത്തെ എത്ര മനോഹരമായിട്ടാണ് അവൻ സാക്ഷിക്കുന്നത് എന്ന് ഈ ഏവൻഗേലിയൻ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കാണുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ജന്മന അന്ധനായിരുന്ന പിന്നീട് ഭിക്ഷക്കാരനായി ജീവിച്ച ഈ മനുഷ്യനായിരുന്നിരിക്കാം ക്രൈസ്തവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്. ക്രൈസ്തവ വിശ്വാസത്തെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അത്ര മനോഹരമായി ശക്തമായിട്ട് അദ്ദേഹം പരീശന്മാരുടെ മുമ്പിൽ പ്രതിരോധിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. കാറ്റ് എങ്ങോട്ടേക്ക് അടിക്കുന്നുവോ ആ വശത്തേക്ക് ഒരു മടിയും കൂടാതെ ചായുന്ന ചില ചെടികളെ പോലെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, സാഹചര്യങ്ങളിലെ ചില പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി ഒരു മടിയും കൂടാതെ പത്രോസിനെ പോലെ യേശു ക്രിസ്തുവിനെ എനിക്ക് അറിയില്ല എന്ന് ഒരു വിഷമവും ഇല്ലാതെ പറയുന്ന ഒരു ലോകത്തിന്റെ നടുവിൽ യേശു ക്രിസ്തുവിന് വേണ്ടി അതിശക്തമായിട്ട് നിന്ന് സംസാരിക്കുന്ന ഈ മനുഷ്യൻ നമുക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ പിടിച്ചുലയ്ക്കുന്ന ഒത്തിരിയേറെ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാറുണ്ട്. പലപ്പോഴും നമുക്കതിന് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കാറില്ല. മിക്കപ്പോഴും നമുക്കതിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരികയാണ്. ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ തന്നെ ഉപേക്ഷിച്ച് പല നൂതനമായ തത്വങ്ങളെയും നാം പിൻപറ്റാറുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കുക? ആഴമായ ദൈവശാസ്ത്ര പഠനങ്ങൾ കൊണ്ടോ തർക്കശാസ്ത്രത്തിൽ നിപുണനായതുകൊണ്ടോ മാത്രം നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ, വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകളെ അതിജീവിക്കാനായിട്ട് കഴിയില്ല. മറിച്ച് ആഴമായ ദൈവാനുഭവത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സത്യവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണതകളെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിൽ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഇന്നത്തെ ഏവൻഗേലിയനിൽ നാം കാണുന്ന കാഴ്ച പ്രാപിച്ച ആ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ആഴമായ ദൈവാനുഭവത്തിൽ വളർന്നവർ എത്ര ബലഹീനരായിരുന്നാലും ശരി, അവരെ പോലെ ഒരിക്കലും മറ്റാർക്കും ക്രിസ്തു വിശ്വാസത്തെ പ്രതിരോധിക്കാനായിട്ട് കഴിയുകയില്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഒരു ശിശുവിനെ കയ്യിലെടുത്തതായിട്ട് നാം കാണുന്നുണ്ട്. സഭയുടെ പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്ന ഈ കുഞ്ഞാണ് പിന്നീട് അന്ത്യോക്യയിലെ വിശുദ്ധനായ ഇഗ്നാത്തിയോസ് ന്യൂറോനോ പാത്രിയർക്കീസ് ആയിട്ട് മാറുന്നത്. അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് സിംഹങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആക്രമിക്കാൻ വരുന്ന സിംഹങ്ങളെ നോക്കിക്കൊണ്ട് ആ മനുഷ്യൻ സന്തോഷത്തോടെ പറയുന്ന ഒരു വാചകമുണ്ട്: എന്റെ കർത്താവിന്റെ അരികിലേക്ക് പോകുവാനായിട്ട് എനിക്ക് ഇനി അധികം സമയം ബാക്കിയില്ലല്ലോ. ഈ മൃഗങ്ങൾക്ക് മുമ്പിൽ ഭക്ഷണമാകുന്നത് വഴിയായിട്ട് എന്റെ ദൈവത്തിന്റെ അരികിലേക്ക് എനിക്ക് പെട്ടെന്ന് പോകുവാനായിട്ട് സാധിക്കുമല്ലോ എന്ന് അദ്ദേഹം സന്തോഷത്തോടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ധൈര്യത്തോടു കൂടി ഈ സാക്ഷ്യമരണം വരിക്കുവാനായിട്ട് സാധിച്ചത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ: തന്റെ ശൈശവം മുതൽ ആ മനുഷ്യനുണ്ടായിരുന്ന ആഴമായ ദൈവാനുഭവങ്ങൾ. വീണ്ടും സ്മിർണയിലെ വിശുദ്ധനായ പോളികാർപ്പോസ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ക്രിസ്തുവിനെ നീ തള്ളി പറഞ്ഞാൽ നിനക്ക് ജീവിക്കാനായിട്ട് ഇനിയും സാധിക്കും. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: 86 വർഷമായി ഞാൻ എന്റെ ദൈവത്തെ സേവിക്കുന്നു. ഈ നാളുകളിൽ ഒരിക്കൽ പോലും എന്റെ ദൈവം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്റെ ദൈവത്തിനെതിരായി ഞാൻ എങ്ങനെയാണ് ദൂഷണം പറഞ്ഞ് എന്റെ കർത്താവിനെ ഞാൻ തള്ളിപ്പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനെ എണ്ണത്തുണിയിൽ ചുറ്റിപ്പൊതിഞ്ഞ തീപ്പന്തം പോലെ നിർത്തി കത്തിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ യേശു നമുക്ക് ആരാണ് എന്ന് നാം നമ്മളോട് തന്നെ സ്വയം ചോദിച്ചു നോക്കണം. അവൻ വെറും ചരിത്ര പുരുഷൻ മാത്രമാണോ എനിക്ക്? അതെയോ ദിവ്യനായ ഒരു പ്രവാചകൻ മാത്രമാണോ? അല്ല, യേശു എന്നെ രക്ഷിക്കാൻ വന്ന
എൻ്റെ ദൈവമാണ് എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരീശന്മാർ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ സങ്കീർണമായ വേദശാസ്ത്ര തർക്കങ്ങളിലേക്ക് ഒന്നും പ്രവേശിക്കുന്നില്ല. മറിച്ച് ലളിതമെങ്കിലും ശക്തമായ ഒരു സാക്ഷ്യമാണ് അവന് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. വ്യക്തിപരമായ അനുഭവം യാഥാർത്ഥ്യവും നേരിട്ടുള്ളതുമായതിനാൽ എളുപ്പത്തിൽ ആർക്കും നിഷേധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവൻ അറിയില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു തനിക്ക് എന്ത് ചെയ്തു തന്നു എന്ന് തന്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ചറിഞ്ഞു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല എങ്കിലും വ്യക്തിപരമായ ദൈവാനുഭവം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാത്തിനെയും അതിജീവിക്കാൻ ഈ വ്യക്തിപരമായ ദൈവാനുഭവം നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് ശക്തമായ സാക്ഷ്യം പറഞ്ഞതിന്റെ പേരിൽ ഈ മനുഷ്യൻ ആ സമൂഹത്തിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയാണ്. തന്റെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം നഷ്ടപ്പെട്ട് വേദനയോടെ ഏകാഗിയായി നടക്കുമ്പോൾ അവനെ തേടി യേശുക്രിസ്തു വീണ്ടും വരികയാണ്. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞ് തന്നെ വെളിപ്പെടുത്തിയതിന്റെ ഫലമായി ആ മനുഷ്യൻ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതാണ് നമ്മൾ ഏവൻഗേലിയോൻ ഭാഗത്തിന്റെ അവസാനം കാണുന്നത്. യേശുക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പലപ്പോഴും നമുക്ക് ഒത്തിരി നഷ്ടങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളെല്ലാം അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആത്യന്തികമായി അത് നമ്മെ കൂടുതലായ ദൈവത്തിലുള്ള ബന്ധത്തിലേക്കും ആഴമായ ദൈവാനുഭവത്തിലേക്കും വീണ്ടും നയിക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. തന്റെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ മനുഷ്യൻ ആഴമായി ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ ഓരോരുത്തരും കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അവസാനമായി ക്രൈസ്തവ വിശ്വാസത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസമോ സങ്കീർണങ്ങളായ വാദങ്ങളോ അല്ല, മറിച്ച് ആഴമായ ദൈവാനുഭവമുള്ള ജീവിതമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും പ്രാപ്തമാകുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം, നിങ്ങളാകട്ടെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ മഹത്വങ്ങൾ പ്രഘോഷിക്കുവാൻ രാജ്യത്തിനായി ശുശ്രൂഷ ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗവും വിശുദ്ധ ജനവും രക്ഷിക്കപ്പെട്ട കൂട്ടവുമാകുന്നു. ഈ വചനത്തെ തന്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ കാഴ്ച പ്രാപിച്ച ആ മനുഷ്യനെ പോലെ വീറോടുകൂടി യേശുക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഏവൻഗേലിയോൻ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.